ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവാതിരുസന്നിധിയിലേക്ക് തിരുവചനം ധ്യാനിപ്പാനായിട്ട് ഇപ്രകാരം കടന്നു വരുവാൻ സർവശക്തൻ നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 14-ാമത്തെ അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. 11-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ സെക്കൻഡ് സീരീസ് ഓഫ് ജഡ്ജ്മെന്റിന്റെ 7-ാമത്തെ ട്രംഫറ്റ് ഊതുന്ന കാഴ്ച നമ്മൾ കണ്ടു. 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ആണ് വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ നടപ്പിലാകുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിന്റെ 1-ാമത്തെ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 7 സീലുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. സെക്കൻഡ് സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 7 ട്രംഫറ്റുകൾ ധ്വനിപ്പിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. 3-ാമത്തെ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 7 ക്രോധകലശങ്ങൾ, റാത്ത് ഓഫ് ബോൾ, അത് ഭൂമിയിൽ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സീരീസിലെ അവസാനത്തെ ട്രംഫറ്റ്, 7-ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞപ്പോൾ ആ കാഹളത്തിന്റെ നാദത്തിങ്കൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ഉം 13-ഉം ദീർഘമായിട്ട് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ 11-ാമത്തെ അധ്യായം കഴിഞ്ഞതിന് ശേഷം ഒരു നീണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സീരീസ് ഓഫ് ജഡ്ജ്മെന്റിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പഠനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കത്തുമില്ല. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ അങ്ങ് പറയുന്നത്. കാരണം ഈ 14-ാമത്തെ അധ്യായവും 15-ാമത്തെ അധ്യായവും ഒക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ്. കാരണം നമ്മളത് പഠിച്ചു. 7-ാമത്തെ കാഹളം ധ്വനിപ്പിക്കുന്നത് ആ നാദത്തിന്റെ കാലത്ത് നീണ്ടു നിൽക്കുന്ന കാഹളധ്വനിയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് 7-ാം കാഹളം ധ്വനിക്കുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയാണത്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നതായിട്ടുള്ളതായ സർപ്പത്തെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. 13-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ മഹാസർപ്പത്തിന്റെ അധികാരത്തോടുകൂടെ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ടുള്ളതായ എതിർ ക്രിസ്തു, അന്ത്യക്രിസ്തുവിനെ കാണാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം അന്ത്യക്രിസ്തുവിനെ ഭൂമിയിൽ ഭൂലോകവാസികളുടെ മുൻപിൽ ഉയർത്തി കാണിക്കുന്നതായ കള്ളപ്രവാചകനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 14-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന ദർശനം വേറൊരു നിലയിലുള്ളതായ ദർശനമാണ് യോഹന്നാൻ അവിടെ കാണുന്നതെന്ന് ആദ്യ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് 144,000 ആളുകളെ കുറിച്ചുള്ളതായ ഒരു വർണ്ണനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 144,000 ആളുകളെ കുറിച്ചുള്ളതായ പഠനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും ഒന്നും കേടുവരുത്തരുതെന്നുള്ളത് ഒരു സന്ദേശം ദൂതന് കൊടുക്കുന്നതായിട്ടുള്ള കാര്യം നമ്മളവിടെ കണ്ടു. ദൈവത്തിന്റെ ദാസന്മാരായിട്ട് മുദ്രയിട മാറ്റപ്പെട്ടതായിട്ടുള്ള 144,000 പേരുടെ ലിസ്റ്റും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും
അവരുടെ തുടർന്നുള്ളതായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. ഈ 144,000 എന്നുള്ളതായ സംഖ്യയെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. ഒരു പർട്ടിക്കുലർ വിഭാഗമാണ് ഈ 144,000 പേര്. അത് ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ പ്രത്യേകം വേർതിരിക്കപ്പെട്ടതായ ഒരു വിഭാഗമാണ് ഈ 144,000 പേര്. അതുകൊണ്ട് ഈ 144,000 പേരിൽ ഒരു ഭാഗമായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നിത്യാദിയുള്ളതായ തെറ്റിദ്ധാരണകളും ചിന്താഗതികളും ഒക്കെ ക്രിസ്തീയ ലോകത്ത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളാം. എന്നാൽ വെളിപ്പാട് പുസ്തകം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് ഈ 144,000 അല്ല എന്ന് കാണുവാനായിട്ട് കഴിയും. സഭയുടെ തുടക്കം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാമത്തെ അധ്യായത്തിൽ സഭയുടെ തുടക്കം ആരംഭിക്കുകയാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത് 3000-ൽ പരം ആളുകൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നായിട്ടുള്ള രംഗത്തെ കാണുവാനായിട്ട് കഴിയുന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുന്നായിട്ടുള്ള സമയത്ത് പൗലോസ് അപ്പോസ്തലൻ അപ്പോഴേക്കും 27 വർഷങ്ങൾ കഴിഞ്ഞു. അനേക ആയിരക്കണക്കിന് ആളുകൾ സഭയോട് ചേർന്നതായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് ആ സമയത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന 144,000 എന്ന് പറയുന്നത് ഒരിക്കലും സഭയല്ല. തന്നെയുമല്ല, ഈ കാലഘട്ടം എന്ന് പറയുന്നത് പീഡന കാലഘട്ടമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പീഡന കാലഘട്ടത്തിന് മുൻപേ തന്നെ സഭ എടുക്കപ്പെട്ട് ദൈവത്തിന്റെ അരികിലേക്ക് മധ്യാകാശത്തിൽ പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതിനോടകം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സംശയത്തിന് ഇട കൊടുക്കാതെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 144,000 എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതായിട്ടുള്ള, മുദ്രയിട്ട് വേർതിരിച്ച് വീണ്ടെടുക്കുന്നതായിട്ടുള്ള 144,000 ആളുകളാണത്. ഇസ്രായേലിലെ ആളുകളാണ്, യഹൂദന്മാരാണ്. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പീഡനകാല വിശുദ്ധന്മാർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ കാണുന്ന ഒരു രംഗം. 144,000 ആളുകളെ കണ്ടതിന് ശേഷം എണ്ണിക്കൂടുവാൻ കഴിയാത്ത വലിയൊരു മഹാപുരുഷാരത്തെ സകല ഭാഷകളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും കണ്ടതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പീഡനകാലത്ത് രക്ഷിക്കപ്പെടുന്നതായ സർവ്വഭൂമിയിൽ നിന്നും, ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല സർവ്വഭൂമിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്നതായിട്ടുള്ള മറ്റൊരു രക്ഷിത ഗണം കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ ഇവരാരും സഭ എന്ന് പറയുന്നതായിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നവരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സംശയത്തിന് ഇട കൊടുക്കാതെ തന്നെ ഈ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 144,000 എന്ന് പറയുന്നത് പീഡനകാല വിശുദ്ധന്മാരായിരിക്കുന്നതായിട്ടുള്ള ഇസ്രായേലിയരാണ്, യഹൂദന്മാരായിട്ടുള്ളതായ ആളുകളാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സിയോൻ എന്ന് പറയുന്നത് എരുശലേം എന്ന് പറയുന്നത് 4 മലകളുടെ 4 കുന്നുകളുടെ പുറത്ത് നിൽക്കുന്നതായിട്ടുള്ളതായ ഒരു സിറ്റിയാണ്. അതിൽ തന്നെ ഒരു മലമുകളാണ് സിയോൻ എന്നുള്ളതായ പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓർത്തുകൊള്ളും. ദൈവം പുറപ്പാട് പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നതായിട്ടുള്ള മലമുകളാണ് സീനായ് മലമുകൾ എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. എന്നാൽ സിയോൻ വേറൊരു പർവ്വത മുകളാണ് എന്നുള്ളത് കൂടെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ സിയോൻ മല എന്ന് പറയുന്നത് നമ്മളിത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഇത് സ്വർഗീയ സിയോനെ കുറിച്ചുള്ളതായ പരാമർശം ആണ് എന്നുകൂടെ വേദശാസ്ത്ര പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. സങ്കീർത്തന പുസ്തകങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അത് നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കീർത്തന പുസ്തകം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, പിന്നെ സങ്കീർത്തന പുസ്തകം തന്നെ 132-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, ഇവിടങ്ങളിലൊക്കെ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത്, വീണ്ടെടുക്കപ്പെട്ട 144,000 ആളുകൾ നിൽക്കുന്നത് കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ അവരോടുകൂടെ. കാരണം അവർ വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ പ്രത്യേകത എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ നെറ്റിമേല് മുദ്രയിടപ്പെട്ടിട്ടുണ്ട്. കാരണം അന്തിക്രിസ്തുവിന്റെ ആക്രമണത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന് ഇവരെ തൊടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുദ്രണം ചെയ്യപ്പെട്ടവരെ അവന് പീഡിപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പീഡനമുണ്ടത് വേറെ കാര്യം, അവരെ ഇവരൊന്നും ചെയ്യാൻ വയ്യാത്തതായിട്ടൊരു അവസ്ഥ കൂടെ ഉണ്ട്. നമുക്കറിയാം, അന്തിക്രിസ്തുവിന്റെ മുദ്ര സ്വീകരിക്കുന്നവരുമുണ്ട്,
കർത്താവിന്റെ മുദ്ര സ്വീകരിച്ചിരിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. യഹോവയുടെ നാമവും കുഞ്ഞാടിന്റെ നാമവും എഴുതപ്പെട്ടതായിട്ടുള്ള, പിതാവിന്റെ നാമവും യേശുവിന്റെ നാമവും എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളതായ 144,000 പേരാണ് അവിടെ നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് യോഹന്നാൻ മറ്റൊരു ദർശനമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദർശനത്തിൽ തീർച്ചയായിട്ടും ഇത് സ്വർഗീയ സിയോനെയാണ് ഇത് കാണിക്കുന്നതെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. 3 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഐ ഹേർഡ് എ വോയിസ് ഫ്രം ഹെവൻ ലൈക്ക് എ റോർ ഓഫ് മെനി വാട്ടേഴ്സ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ളതായ ഒരു ഇടിമുഴക്കമാണ്, വലിയ ഇടിമുഴക്കമാണ് സ്വർഗത്തിൽ നിന്ന് അവിടെ കേൾക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ, പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ കാണിക്കുന്നതായിട്ടുള്ള ഒരു സിമ്പലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ വചനത്തിന്റെ ശക്തിയെ കാണിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്ന് ആ ഘോഷം കേട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ദൈവവചനത്തിന്റെ പിഴവ് പറ്റാത്ത അവസ്ഥയാണ് ഇടിമുഴക്കം പോലെ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടിമുഴക്കം, ഒരു സ്ഥലത്ത് ഇടി മുഴങ്ങിക്കഴിഞ്ഞാൽ ആ ഇടി മുഴങ്ങുന്നത് സകല ആളുകൾക്കും കേൾക്കുവാനായിട്ട് സാധിക്കും. അല്ലാതെ കുറച്ചുപേര് കേട്ടു കുറച്ചുപേര് കേൾക്കാത്ത അവസ്ഥയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവവചനത്തിന്റെ പിഴവ് പറ്റാത്തതായിട്ടുള്ളതായ ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ദൈവവചനത്തിന്റെ മാധുര്യം വെളിപ്പെടുത്തുന്നതായിട്ടുള്ളതായ ഒരു അനുഭവം കൂടെയാണ്. ദൈവവചനം തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയതായിട്ടുള്ള ദൈവത്തിന്റെ വചനം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ. നമുക്കറിയാം, ശ്രുതിമധുരമായിട്ടുള്ള സംഗീതം എപ്പോഴും നമുക്ക് സന്തോഷവും ആനന്ദവും തരുന്നതാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം ദൈവജനത്തിന് തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് തിരുവചനത്തിന്റെ മാധുര്യത്തെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 3 കൂട്ടം കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയെ അത് കാണിക്കുന്നു. പിന്നെ വലിയ ഇടിമുഴക്കം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ തെറ്റുപറ്റാത്തതായിട്ടുള്ള, വചനത്തിന്റെ പിഴവില്ലാത്തതായിട്ടുള്ള അതിന്റെ അവസ്ഥയെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ മാധുര്യം വെളിപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ പുതിയ പാട്ട് പാടി. ഭൂമിയിൽ വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചിന്തയുള്ളത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തോന്നുന്നതായിട്ടുള്ളതായ ഒരു കൺഫ്യൂഷൻ കൂടെ അവിടെ വരും എന്നുള്ളത് കൂടെ ഓർത്തുകൊള്ളണം. അതായത്, ആരാണ് ഈ പാട്ട് പാടുന്നത്? യോഹന്നാൻ കാണുന്നതായ ഈ ദർശനത്തിൽ 144,000 പേർ നിൽക്കുന്നത് സിയോൻ മലയിലാണ് എന്നുള്ളത് ആദ്യമേ വ്യക്തമാക്കി. സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിലല്ല അവരവിടെ നിൽക്കുന്നത്. സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരാണ് ആക്ച്വലി ഈ പാട്ട് പാടുന്നത്. അവരാണ് ഈ വീണ മുഴക്കി ഈ പാട്ട് പാടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിൽ ഓൾറെഡി ആയിരിക്കുന്നത് ദൈവത്തിന്റെ സഭ ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് മറ്റാർക്കും പാടുവാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 144,000 പേര് ആ പാട്ട് പഠിച്ചിട്ട് പാടുകയാണ്. പഠിപ്പാനായിട്ട് കഴിഞ്ഞില്ല, അപ്പോൾ അത് കേട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓൾറെഡി അവിടെ പാടുന്നുണ്ട്. ആ സ്വർഗത്തിൽ ഒരു ഗ്രൂപ്പ് പാടുന്നുണ്ട്. ആ പാടുന്ന ഗ്രൂപ്പ് ഏതാകുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ സഭ ആകുന്നു എന്നുള്ളതായ ഒരു വ്യാഖ്യാനമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ സഭ പാടുന്ന പാട്ട് 144,000 പേരടങ്ങുന്നതായ ഈ രണ്ടാമത്തെ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ പീഡനകാല വിശുദ്ധന്മാർ
അവര് ഏറ്റുപാടുന്നു എന്നുള്ളതായ ഒരു അനുഭവമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരൊരു പുതിയ പാട്ട് പാടുന്നു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനെ കുറിച്ചുകൂടെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ചില കമ്പാരിസൺ കൂടെ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്കത് വളരെ വേഗം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്ന അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഇപ്പോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആരെ കുറിച്ചാകുന്നു എന്ന് ചോദിച്ചാൽ ഈ 144,000 പേരടങ്ങുന്നതായ ഈ പീഡനകാല വിശുദ്ധന്മാരുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും ഇവരെ ആ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഇവരെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ദൈവസഭയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ ദൈവസഭയും ഈ 144,000 പേരും അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഈ സമൂഹവും തമ്മിൽ എപ്രകാരമാണ് വ്യത്യസ്തരായിരിക്കുന്നത്, എന്താണ് അതിനകത്ത് വ്യത്യസ്തതയുള്ളത് എന്ന് നോക്കുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് 7-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 144,000 പേരെന്ന് പറയുന്നത് 12 ഗോത്രങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ 144,000 പേരെന്നുള്ളത് കാണാനായിട്ട് കഴിയും. എന്നാൽ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് 5-ന്റെ 9 വരുമ്പോൾ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി എന്നാ പറഞ്ഞത്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി എന്നാ പറയുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ 144,000 പേര് 12 ഗോത്രങ്ങളിൽ നിന്നും വന്നവർ, പീഡനകാല വിശുദ്ധന്മാർ. അതേസമയം ദൈവസഭ എന്ന് പറയുമ്പോൾ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സഭ എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി വെളിപ്പാട് 14-ന്റെ 1 വരുന്ന സമയത്ത് പീഡനകാല വിശുദ്ധന്മാർ 144,000 പേരെന്നുള്ളവർക്ക് വേറൊരു പേരൂടെ കിടത്താൻ പീഡനകാല വിശുദ്ധന്മാരെന്ന് നമുക്ക് അവരെ വിളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പീഡനകാല വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ, അവരുടെ നെറ്റിമേലാണ് മുദ്ര ഇടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് എവിടെയാണ് മുദ്ര ലഭിച്ചിരിക്കുന്നത്? എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുദ്ര എന്താണ്? പരിശുദ്ധാത്മാവിനാല് മുദ്രയിടപ്പെട്ടിരിക്കുന്നതാണ് സഭ എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ പീഡനകാല വിശുദ്ധന്മാരെ അവരുടെ നെറ്റിമേൽ മുദ്രയിടപ്പെട്ടെടുത്തിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അവരെ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ വ്യത്യാസം എന്താകുന്നു എന്ന് ചോദിച്ചാല് ഇവരുടെ നെറ്റിമേലാണ് മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. പീഡനകാല വിശുദ്ധന്മാരുടെ നെറ്റിമേൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ദൈവജനം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഹൃദയങ്ങളിലാണ് മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 1-ന്റെ 22-ലും ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. 4-ാമത്തെ വ്യത്യാസം എന്താകുന്നു എന്ന് ചോദിച്ചാൽ പീഡനകാല വിശുദ്ധന്മാരെ മുദ്രയിട്ടത് ദൂതനാണ്. നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. വെളിപ്പാട് 7-ന്റെ 2-3 കാണുന്നുണ്ട്. പീഡനകാല വിശുദ്ധന്മാരെ ദൂതനാണ് മുദ്രയിടുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സഭയെ മുദ്രയിട്ടത് പിതാവാം ദൈവമാണ് എന്നുള്ളത് കൂടെ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടത് പിതാവാം ദൈവമാണ് മുദ്രയിട്ടത് എന്ന് നാം അവിടെ മനസ്സിലാക്കുന്നു. ഇനി ഈ പീഡനകാല വിശുദ്ധന്മാർക്ക് മുദ്രയിട്ടതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരെ മുദ്രയിട്ടത്? നമ്മൾ കണ്ടല്ലോ, 20 കോടി വരുന്നതായിട്ടുള്ള ഒരു വലിയ സൈന്യം അർമഗദോൻ യുദ്ധത്തിനായിട്ട് കടന്നു വരികയാണ്. 9-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വന്നായിട്ടുള്ള സമയത്ത് വെട്ടുക്കിളിയുടെ ശല്യം, വെട്ടുക്കിളി പടയുടെ ശല്യം ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോ ഇവരെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 9-ാമത്തെ അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 9-ന്റെ 3-4 വാക്യങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി.
അപ്പോ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ മുദ്ര ഇടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ സമൂഹം, അവർക്ക് വെട്ടുക്കിളിയുടെ ശല്യത്തിൽ നിന്നുള്ളതായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മുദ്ര ഇടപ്പെടുന്നത്. എന്നാൽ സഭയെ മുദ്രയിട്ടത് എന്തിനു വേണ്ടിയിട്ടാകുന്നു എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 1:14 4:30 നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: നമ്മെ മുദ്രയിട്ടതിന്റെ ഉദ്ദേശം നമ്മെ വീണ്ടെടുത്തതിന്റെ ഉറപ്പാണ്, അഷ്വറൻസ് ആണ്, അഷ്വറൻസ് ഓഫ് റിഡംഷൻ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇനി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് അടുത്ത കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് പീഡനകാല വിശുദ്ധന്മാരുടെ സ്ഥാനം എന്നത്തേക്കുമുള്ള സ്ഥാനമല്ല, താൽക്കാലികമായിട്ടുള്ള സ്ഥാനമാണെങ്കിൽ പോലും സിയോൻ മലയിലാണ് അവരുടെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്ഥാനം എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ, കർത്താവിനോടൊപ്പം ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം ഇരുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവിടെയും നമുക്കൊരു വ്യത്യാസം കാണാനായിട്ട് കഴിയും. ഇവിടെ ഇവരെ ഈ 144,000 പേര് കുഞ്ഞാടിനോടൊപ്പം സിയോൻ മലയിൽ നിൽക്കുന്നത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് ചേർത്തുകൊള്ളു. ഇപ്പൊ ഇതിനകത്തൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ഇതിനകത്ത്. ആ വ്യത്യാസം ഞാൻ പറയാം. അപ്പോൾ ദൈവസഭയെ ഇരിക്കുന്ന രംഗമാണ് കാണുന്നത്. പ്രിവിലേജ് ആർക്കാണ് പ്രിവിലേജ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോ അടുത്തൊരു വാക്യം കൂടെ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്തെ അതിന്റെ ആ കൃത്യത നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവര് നിൽക്കുന്നതായിട്ടാണ് ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. അതിനർത്ഥം നിത്യത മുഴുവനും അവരങ്ങ് നിൽക്കുന്നു എന്നുള്ളതായ ഒരു ചിന്തയിൽ എടുക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ സഭ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത മുഴുവനും സഭ അങ്ങ് ഇരിക്കുകയാണ്, വേറൊരു പണിയും ഇല്ലാതെ ഇരിക്കുകയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. പക്ഷെ ഇതിനകത്തൊരു പ്രിവിലേജ് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്നുള്ളത് ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സഭ ആരാണ്? സഭ എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലാണ് സഭയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് മൊത്തം. നിർമ്മല കന്യക, മണവാട്ടി, കാന്ത, ഇങ്ങനെയുള്ളതായ സിംഗുലർ ഫോമിലാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അതേസമയം പീഡനകാല വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതൊരു പ്ലൂറൽ ഫോമിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വ്യത്യാസം. അതായത് മണവാളനോട് കൂടെ ആരായിരിക്കുന്നത്? മണവാളനോട് കൂടെ ഇരിക്കുന്നത് മണവാട്ടിയാണ്. മണവാളനോട് കൂടെ നിൽക്കുന്നത്, മണവാളനോടും മണവാട്ടിയോടും കൂടെ നിൽക്കുന്നതാണ്. നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, ബ്രൈഡ്സ് മെയ്ഡും ഗ്രൂം മെയ്ഡും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള, ഗ്രൂമെനും ഒക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ ബ്രൈഡിനോടൊപ്പം ബ്രൈഡ്സ് മെയ്ഡായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് കാണും. 7 പേരോ 9 പേരോ ഇങ്ങനെ ഒരു കണക്കൊക്കെ വെച്ചവർ കാണും. അതുപോലെ തന്നെ മണവാളിനോടൊപ്പം മണവാളിന്റെ തോഴമക്കാരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരാരും വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവാലയത്തിൽ മണവാളനോടൊപ്പം നിൽക്കുന്നത് ആരാ? മണവാളനോടൊപ്പം ചേർന്നിരിക്കുന്നത് അവനുള്ള ഒരു മണവാട്ടിയുണ്ട്, ആ മണവാട്ടിയാണ്. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്, പക്ഷെ അവരെല്ലാം ഒരു സർട്ടൺ ഡിസ്റ്റൻസിൽ മാറി നിൽക്കുകയാണ്. അവർക്ക് ആർക്കും മണവാളനോടൊപ്പം ഇരിക്കുവാനായിട്ടുള്ളതായ പെർമിഷൻ ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി മനസ്സിലാക്കി തരുന്നത് മണവാട്ടി എന്ന് പറയുന്നത് സഭയാണ്. അപ്പോൾ പീഡനകാല വിശുദ്ധന്മാർ ആരാണ് എന്നുള്ളതായ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നതായിട്ടുള്ള കാര്യം എന്താണ്? അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോം പ്ലൂറൽ ഫോം ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കന്യകമാർ എന്നുള്ളതായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓർത്തുകൊള്ളാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സഭയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത്
വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക എന്നാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. പിന്നെ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും 21-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും 22-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഭാവിയിൽ സഭ എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി ആണ് എന്നുള്ള നിലയിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഉടനെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഏകവചനത്തിൽ സിംഗുലർ ഫോമിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കന്യക എന്നുള്ളതും മണവാട്ടി എന്നും കാന്ത എന്നും. കന്യകമാർ, മണവാട്ടിമാർ, കാന്തകൾ എന്നുള്ളതായ രീതിയിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ 45-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യം, 45-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്തും അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ തുടങ്ങുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വേഗം എടുത്ത് വായിക്കും. 45-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഇവിടെ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, രാജ്ഞിയോടൊപ്പം തോഴിമാരുണ്ട്, മണവാട്ടിയോടൊപ്പം തോഴിമാരുണ്ട്. അപ്പോൾ ഈ പീഡനകാല വിശുദ്ധന്മാർ എന്ന് പറയുന്ന ഈ രക്ഷിത ഗണം, ഇവർ കാന്തയല്ല, മണവാട്ടിയല്ല. ദൈവ സഭയ്ക്കാണ് കാന്ത എന്നുള്ളതായ പദവി, മണവാട്ടി എന്നുള്ളതായ പദവി ഉള്ളത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. കൂടെ ഉള്ളതായ ഈ 144,000 പേർ എന്ന് പറയുന്നത് അവർ കാന്തയുടെ തോഴിമാരായിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കന്യകമാരാകിയാൽ അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തോണം. സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കന്യകമാർ എങ്ങനെയാണ് സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടുന്നത്? ഒരു കന്യക മാലിന്യപ്പെടണമെന്നുണ്ടെങ്കിൽ പുരുഷനോടുകൂടെ ആണ് അവൾ മാലിന്യപ്പെടേണ്ടത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെട്ടിട്ടില്ല എന്നുള്ള അനുഭവമാണ് അവിടെ പറഞ്ഞത്. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. ഒരു ആലങ്കാരിക പദപ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എങ്കിലും നാം ആ ഭാഗത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഈ ഘട്ടം, ഈ കാലഘട്ടം ഏതാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളാം. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അന്തിക്രിസ്തു തന്റെ സർവ അധികാരവും ഉപയോഗിച്ച് ഭൂമി മുഴുവനും ഭരിക്കുന്നു. അന്തിക്രിസ്തുവിനോടൊപ്പം കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങളും എല്ലാ ദുഷ്പ്രവർത്തികൾക്കും ദുഷ്ചെയ്തികൾക്കും അവൻ കൂട്ടുനിൽക്കുന്നു. ആ കാലയളവിൽ കള്ളപ്രവാചകൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? മഹാസർപ്പം പോലെ അവൻ സംസാരിച്ചു. സർപ്പത്തെ പോലെ അവൻ സംസാരിക്കുകയാണ്. സർപ്പം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. സർപ്പം സംസാരിക്കുന്നത് അതിന്റെ വശീകരണ വാക്കുകൾ കൊണ്ടാണ്. ഈ വശീകരണ വാക്കുകൾ കൊണ്ട് അവൻ മനുഷ്യരെ ചതിക്കും, ലോകമോഹങ്ങളിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകും. പാമ്പ് ഹൗവായെ ചതിച്ചതുപോലെ വശീകരണ വാക്കുകളിലാണ് പാമ്പ് ഹൗവായെ ചതിച്ചത് എന്നോർക്കണം. അവന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി അവൻ പറയുന്ന വമ്പുകൾ വിശ്വസിച്ച് അവൻ പറയുന്ന വൻകാര്യങ്ങളുടെ പുറകാലെ പോകുന്നതായ അനുഭവം. ആ കാലത്ത്, ഏത് കാലത്ത്? പീഡനകാലത്ത് ഈ കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിനു വേണ്ടി ഒരുപാട് നയപരമായി, വഞ്ചനാപരമായി, പ്രലോഭനപരമായി വശീകരിക്കപ്പെട്ട വാക്കുകൾ കൊണ്ട് ജനത്തെ അട്രാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ജനത്തെ അട്രാക്ട് ചെയ്യുമ്പോൾ അവന്റെ വാക്കുകളിൽ വീണ് ഒരുപാട് പേര് ലോകമോഹങ്ങൾക്കും ഈ വശീകരണ പ്രലോഭനങ്ങൾക്കും വശംവദരായി തീരുവാനായിട്ടുള്ള സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്? ലോകത്തിന്റെ മാലിന്യവുമായിട്ട്, ലോകമോഹങ്ങളുമായിട്ട്
അവരെ ഇഴുകിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുൻപോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. 4-ലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. അതായത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഒരു വലിയ അബോമിനേഷനാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വേശ്യാവൃത്തിയുടെ കാലഘട്ടം ആ സമയത്ത് സംഭവിക്കുമെന്ന് ഓർക്കണം. സകല മ്ലേച്ഛതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ മ്ലേച്ഛതകളിലേക്ക് ജനത്തെ വലിച്ചുകൊണ്ട് പോകുന്നത് ആരാകുന്നു എന്ന് ചോദിച്ചാൽ അന്തിക്രിസ്തുവിനെ കൂട്ടുനിൽക്കുന്ന കള്ളപ്രവാചകൻ ജനത്തെ മ്ലേച്ഛതകളിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകും. വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ എന്ത് വേശ്യാവൃത്തിയാണ്? ദൈവത്തെ ആരാധിക്കുന്നതിന് പോയത്. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരെ ആരാധിക്കണമെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. മൃഗത്തിന്റെ പ്രതിമ ഭൂമിയിൽ മുഴുവനും സ്ഥാപിക്കുകയാണ്. വീടാന്തരം മൃഗത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ച് ആരാധന. നമുക്കറിയാം ഹോശേയ പ്രവചന പുസ്തകത്തിലൊക്കെ വരുന്നുണ്ട്. ഹോശേയ പ്രവാചകൻ വളരെ സങ്കടത്തോടു കൂടെ വിലപിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇസ്രായേൽ ജനം പരസംഗം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ വിട്ട്, ജീവനുള്ള ദൈവത്തെ വിട്ട് ഇസ്രായേൽ ജനം ലോക മ്ലേച്ഛതകളുടെ പുറകിലേക്ക് പോയപ്പോൾ അവർ പരസംഗം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. പരസംഗം ചെയ്ത് തങ്ങളെ തന്നെ വഷളാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കന്യകമാർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഈ അന്തിക്രിസ്തുവും ഈ കള്ളപ്രവാചകനും അവരുടെ സാധ്യമായിട്ടുള്ളതായ സകല വശീകരണ ശക്തിയും ഉപയോഗിച്ച് അവരെ വഴിപിഴപ്പിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് ആണ്. ഈ മഹാപീഡന കാലത്തിന്റെ നടുവിൽ ഈ വശീകരണങ്ങളെയും ഇവരുടെ പീഡനങ്ങളെയും എല്ലാം അതിജീവിച്ച് കടന്നു വന്നവർ. കാരണം ലോകത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് പോകാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചവർ, തങ്ങളെ തന്നെ കാത്തവർ എന്നുള്ള നിലയിലാണ് അവരെ കുറിച്ച് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു തമ്പുരാൻ തന്നെ പറഞ്ഞല്ലോ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാലിന്യമേൽക്കാത്തവരായിട്ടുള്ളതായ ആളുകൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ലോക സ്നേഹത്തിലേക്ക് പോകാത്തവർ, അതിനവർ വലിയ വില കൊടുക്കേണ്ടി വന്നു. അവര് രക്തസാക്ഷികളായി മാറുന്നു. നമ്മളെ പുറയിലുള്ള അധ്യായങ്ങൾ 8-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അവർ രക്തസാക്ഷികളായി മാറുകയാണ്. അവർ ലോകത്തോട് എതിർത്തു നിന്നതുകൊണ്ട്, പിശാചിനോടും അന്തിക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും എതിർത്തു നിന്നതുകൊണ്ട് അവർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നു. വലിയ പീഡനം അവർ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഈ ഫോൾസ് പ്രോഫറ്റ്, ഈ ഫോൾസ് പ്രോഫറ്റ് ആരാണെന്നുള്ളത് ഇനി ഒരു 17, 18, 19 അധ്യായങ്ങളിലേക്ക് കയറുന്ന ഉടനെ നമ്മളതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഫോൾസ് പ്രോഫറ്റ് എന്ന് പറയുന്ന ഒരു മതസംഘടനയായിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ആ മതസംഘടനയെ സ്ത്രീയായിട്ട് തന്നെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് ഒരു മതസംഘടനയുടെ നേതാവ് ആയിട്ടാണ് ഇവിടെ നമുക്ക് 18-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിന് മുന്നമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ നേതൃത്വത്തിന്റെ, കള്ളപ്രവാചകന്റെ കീഴിലേക്ക്, അവന്റെ വശീകരണ വാക്കുകളിലേക്ക് പോകാത്തതായ ഒരു ചെറിയ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് അവരെ സ്ത്രീകളാൽ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. ഇനി പറഞ്ഞിരിക്കുന്നത്, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്നാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളണം. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ 144,000 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, മണവാട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞാട്ടിന്റെ കാന്തയായിട്ടാണ്. ആ കുഞ്ഞാടിന്റെ കാന്തയായിട്ടാണ്. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറയുമ്പോൾ സഭയുടെ സ്വർഗരാജ്യത്തിന്റെ സകല ഭാവി പരിപാടികളിലും ആർക്ക് ആണ് പ്രിവിലേജ് ഉള്ളത്? കാന്തയ്ക്കാണ് പ്രിവിലേജ് ഉള്ളതെന്ന് ഓർത്തോളാം. എന്നാൽ കാന്തയെ അനുഗമിക്കുന്നതായിട്ടുള്ള തോഴിമാർ എല്ലായ്പ്പോഴും കാന്തയോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർത്തോളും. അതുകൊണ്ട് തന്നെ
ഈ പീഡനകാല വിശുദ്ധന്മാർക്ക് സഹസ്രാബ്ദ വാഴ്ചയിലും അതുപോലെയുള്ളതായ സ്വർഗരാജ്യത്തിന്റെ ഭാവി പരിപാടികളിലും ഒക്കെ കൃത്യമായിട്ട് അവർക്കും എന്താ പറയുക പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്നുള്ളത് കൂടെ നമുക്കിവിടെ മനസ്സിലാക്കിച്ച് തരുന്നുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് അവർ അവനെ അനുഗമിക്കുന്നു, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി വീണ്ടെടുത്തിരിക്കുന്നു എന്നുകൂടെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ആദ്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായം പഠിക്കുമ്പോൾ പെട്ടെന്ന് തലയിലൊക്കെ നമുക്ക് കയറാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. 2-3 പ്രാവശ്യം 2-3 ആവർത്തി ഇത് വായിച്ച് പഠിച്ച് കേട്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് തലയിലേക്ക് കയറത്തുള്ളൂ. ഇവിടെ ഇവരെ കുറിച്ച് പറയുന്ന ആദ്യ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് 1 Corinthians 15-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന് ഉള്ളവർ. അത് ഓരോ നിരയുണ്ട് അവിടെ, ഓരോ ഓർഡർ അനുസരിച്ചിട്ടാണ്, ഓരോ റാങ്ക് അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? ആദ്യ ഫലം ക്രിസ്തു, പിന്നീട് ക്രിസ്തുവിന് ഉള്ളവർ. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട് എന്നുള്ളതായ ആ ഒരു സങ്കല്പം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. വിളഞ്ഞു കിടക്കുന്ന ഒരു പാടം, കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന ഒരു പാടം, ആ പാടത്തോട്ട് കൊയ്യുവാനായിട്ട് ഇറങ്ങുന്ന വ്യക്തി ഒരു കൂട്ടം കറ്റ ആദ്യമേ കട്ട് ചെയ്യും. പഴയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് അത് ആദ്യഫലം കറ്റ നീരാജനം ചെയ്യും. നീരാജനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വീശി കാണിക്കുക എന്നുള്ളതാണ് നീരാജനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ വിളഞ്ഞു കിടക്കുന്ന പാടത്ത് നിന്ന് ഒരു കറ്റ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നു. അതിന്റെ അർത്ഥം അത് മാത്രമല്ല ആദ്യ ഫലം, അത് വെട്ടിയെടുത്തു ആദ്യത്തെ ഫലം. ഇനി അതുപോലെ വരുവാൻ, ഇനിയും അതുപോലെ കൊയ്യുവാനായിട്ട് ആ പാടത്ത് ഒരുപാട് കറ്റയുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിന്റെ ഒരു സിംബോളിക് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആദ്യ ഫലമായിട്ട് അതിനെ വെട്ടിയെടുക്കുന്നു. ഇനിയും ഇഷ്ടം പോലെ അവിടെ കൊയ്തെടുക്കുവാനായിട്ടുണ്ട് എന്നുള്ളതായ സത്യം മറന്നു പോകുവാനായിട്ട് പാടില്ല. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ എന്താ പറയുന്നത്? ക്രിസ്തുവിന് ഉള്ളവർ എന്നാണ് പറയുന്നത്. ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ ആരൊക്കെയാ? ക്രിസ്തുവിനുള്ളവർ സഭ, ക്രിസ്തുവിനുള്ളവർ പീഡനകാല വിശുദ്ധന്മാർ, ക്രിസ്തുവിനുള്ളവർ. ആ പീഡനകാലത്ത് തന്നെ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു സമൂഹം, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും തന്നെ കടന്നു വരുന്ന വേറൊരു രക്ഷിതഗണം, അതും ക്രിസ്തുവിനുള്ളവർ. ഇവരെ എല്ലാവരെയും ഏത് കാറ്റഗറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകാരായിരിക്കുന്നവരാണ് ഇവരെല്ലാവരും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകാരായിരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ. അപ്പോൾ സഭയുടെ കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് ആദ്യഫലത്തിന്റെ ഘട്ടം കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല. ആദ്യഫലത്തിന് ശേഷം വീണ്ടും വരികയാണ് പീഡനകാല വിശുദ്ധന്മാർ, അതോടൊപ്പം തന്നെ മറ്റൊരു രക്ഷിത ഗണം. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പാടത്ത് നിന്ന് പല പ്രാവശ്യമായിട്ട് കൊയ്തെടുക്കുന്ന കറ്റകളുടെ ഒരു ഗണം എന്നുള്ളതാണ് നമ്മൾ ഈ ആദ്യഫലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. പിന്നെ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ നമ്മൾ ഇവിടെ കാണുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ ആ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ വായില് പോഷ്ക് ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളും. അവരുടെ വായിൽ പോഷ്ക് ഇല്ലായിരുന്നു. There was no lie in their mouth and they were blameless. അവര് നിഷ്കളങ്കരും ആയിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. കാരണം ഈ പീഡന കാലഘട്ടത്തിൽ പോഷ്ക് പറയാതെ, കള്ളത്തരം കാണിക്കാതെ, കളങ്കമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. ആ വെല്ലുവിളിയെ, ആ ചലഞ്ചിനെ അതിജീവിച്ചവരാണ് ഇവരെന്ന് ഓർക്കണം. കാരണം ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ മണവാട്ടികളും ദൈവത്തിന്റെ കന്യകമാരായിട്ടും അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരായിട്ടും വേർതിരിക്കപ്പെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വില കൊടുത്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം. ഇന്ന് നമുക്കറിയാം രക്ഷ വളരെ ഫ്രീ ആണ്. കർത്താവിനെ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ ഏവർക്കും രക്ഷിക്കപ്പെടുവാനായിട്ടുള്ളതും ദൈവമക്കളാകുവാനായിട്ടുള്ളതുമായ അവകാശവും അധികാരവും കൊടുത്തിരിക്കുന്നു. കാരണം ഇത് കൃപായുഗമാണ്, എല്ലാം ഫ്രീയാണ്. എന്നാൽ കൃപായുഗം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത് 70-ാമത്തെ ആഴ്ചവട്ട കാലത്തിൽ വില കൊടുത്തെങ്കിൽ മാത്രമേ നിലനിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അന്നേരം കള്ളത്തരം പറയാതെ
പിടിച്ചു നിൽക്കുക, കള്ളം കാണിക്കാതെ പിടിച്ചു നിൽക്കുക ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. കള്ളത്തരം പറയാതെയും കള്ളം കാണിക്കാതെയും ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് വില കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ കളങ്കം പറ്റാതെ ഈ അന്തിക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും വശീകരണ വാക്കുകളും അതിന്റെ പ്രഷറും ഒക്കെ ഒന്ന് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വില കൊടുത്താൽ പറ്റും ദൈവമക്കളെ എന്ന് നമ്മൾ ചിന്തിക്കണം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവരെ കുറിച്ച് പറയുന്നത് നമുക്കിന്ന് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സഭയ്ക്ക് എന്ത് നിസ്തുല്യത ഉണ്ട് എന്ന് ചിലപ്പോഴങ്ങ് ചിന്തിച്ചു പോകും. കാരണം സഭ ഇന്ന് വളരെ ഫ്രീ ആയിട്ടല്ലേ രക്ഷപ്പെടും. നമുക്ക് എല്ലാത്തിനും ഗിഫ്റ്റാണ്. നമ്മൾ ഇന്ന് ദൈവം നമുക്ക് ചില പ്രോമിസുകൾ തന്നിട്ടുണ്ട്. രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നു കഴിഞ്ഞാൽ ഹിമം പോലെ ഞാൻ വെളുപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കൊള്ളരുതായ്മ കാണിച്ചിട്ട് ചെന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലും സർവശക്തനായി ക്ഷമിക്കും. കാരണം ഇത് കൃപായുഗമാണ്. പുള്ളി പെട്ട് കിടക്കുക. കാരണം കൃപായുഗമായതുകൊണ്ട് കർത്താവിനെ ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡനകാല വിശുദ്ധന്മാരുടെ സമയം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടും സഹിച്ചും നിന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെക്കാട്ടിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഭയെക്കാട്ടിലും പ്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ മൂല്യമുള്ളത് ഈ പീഡനകാല വിശുദ്ധന്മാരാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഈ കൃപായുഗത്തിലും അവർ രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർ ഇത്രയും വലിയൊരു ക്രൈസിസിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നതെന്ന് ഓർക്കണം. നമ്മുടെ ലക്കും ഇത് തന്നെയാണ്. നമ്മുടെ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ എന്താകുന്നു എന്ന് ചോദിച്ചാൽ, നാം ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ തിരിച്ചറിഞ്ഞു, ദൈവവചനം പൂർണ്ണമായിട്ട് അനുസരിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു, കർത്താവിനെ അറിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യം നമുക്കുണ്ട്. എന്നാൽ ഇപ്പോഴും അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ തള്ളിക്കളഞ്ഞു. ഈ കൃപാ കാലഘട്ടത്തിലും അവർക്ക് അവനെ തിരിച്ചറിയുവാനായിട്ടോ മനസ്സിലാക്കുവാനായിട്ടോ അവന്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടോ അവർക്ക് കഴിയാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രേസ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ എന്തിനും ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ ഗ്രേസ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഫൈൻ അടയ്ക്കുവാനായിട്ട് ഒരു ഇത്ര ദിവസം സർട്ടൺ പീരീഡ് കാണും. ആ പീരീഡ് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് ആയിട്ട് നൽകും. ആ ഗ്രേസ് പീരീഡിൽ നമുക്ക് ഫൈൻ അടയ്ക്കാതെ അടയ്ക്കാം. എന്നാൽ ഗ്രേസ് പീരീഡ് കഴിഞ്ഞാലോ അവരെത്ര രൂപയാണോ ഫൈൻ വെച്ചിരിക്കുന്നത് ആ ഫൈൻ അടച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതിനെയും ഏത് കെടികെട്ടിയ ആളായാലും കൊള്ളാം, അവൻ ഫൈൻ അടച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നവനാണ്, ഞാൻ ഉന്നത ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണ്, ഉന്നത പദവി അലങ്കരിച്ചിട്ടുള്ള ആളാണ്, ഞാൻ സമൂഹത്തിൽ ഒരുപാട് പിടിപാടുള്ള ആളാണ്, ഞാൻ മുൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാലും എന്താണ്, ഫൈൻ അടയ്ക്കാനുള്ളത് കൃത്യമായിട്ട് അടച്ചാലേ നാളെ മുതൽ കറണ്ട് കിട്ടത്തുള്ളൂ, അടച്ചാലേ പറ്റൂ. അവന് അവസരമുണ്ടായിരുന്നു, ഫൈൻ ഇല്ലാതെ അടയ്ക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം ആരാണ്? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവം തെരഞ്ഞെടുത്ത ടീമുകളാണ്, ദൈവത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെങ്കിൽ നീ എന്തു പറ്റി? നിനക്ക് ഈ കൃപാ കാലഘട്ടത്തിൽ നീ കർത്താവിനെ തിരിച്ചറിയേണ്ടതുപോലെ അറിയുകയോ അവന്റെ പുത്രനായി നീ കൈക്കൊള്ളുകയോ അവനെ അംഗീകരിക്കുകയോ അവനെ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ അവനെ ക്രൂശിച്ച് അവനെ തള്ളിക്കളഞ്ഞു. അതോടുകൂടെ നിന്റെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞു. ഇനി നിനക്ക് ഗ്രേസ് പീരീഡ് ഇല്ല. ഇനി നീ അവനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പണിഷ്മെന്റിൽ കൂടെ കടന്നു പോയാലേ പറ്റുകയുള്ളൂ. നീ ഫൈൻ അടച്ചാലേ പറ്റത്തുള്ളൂ. നീ തെരഞ്ഞെടുക്കപ്പെട്ട ജനമൊക്കെയാ, കാര്യം ശരിയാണ്, പക്ഷെ നിനക്ക് ഗ്രേസ് പീരീഡ് ഇല്ല. നീ ഫൈൻ അടച്ചാലേ പറ്റൂ. അതാണ് ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ ഇവർ അനുഭവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. നമ്മുടെ ഭാഗ്യവും അതാണ്. കാരണം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടിയ ഗ്രേസ് പീരീഡിൽ നമ്മളെല്ലാം കൊണ്ടുപോയി പൈസ അടച്ച് രക്ഷപ്പെട്ടു. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുക്കപ്പെടുക എന്നുള്ളതായ ആ പദവിയിലേക്ക് നമ്മൾ അത് അംഗീകരിച്ച് ഉയർന്നു. അതാണ് ദൈവസഭയ്ക്ക് കിട്ടിയതായിട്ടുള്ള ഭാഗ്യം. അതാണ് ഈ പ്രിവിലേജുകൾക്കകത്ത് വരുന്നതായിട്ടുള്ള വ്യത്യാസവും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ വായിൽ ഭോഷ്ക് ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പോൾ ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള പീഡനകാല വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നു പോകുന്നത് ഒരു വലിയ ക്രൈസിസിൽ കൂടെയാണ്. ആ ക്രൈസിസ് അഭിമുഖീകരിക്കുവാനായിട്ട് ഒരുമാതിരിപ്പെട്ടവരെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒരു 144,000 പേരെ കുറിച്ച് മാത്രമാണ് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പറയുന്നുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു ചുരുങ്ങിയ ഗ്രൂപ്പ് മാത്രമാണ്
ആ യഹൂദന്മാരിൽ പോലും രക്തസാക്ഷികളായി മാറിയാണ് അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് എന്നുകൂടെ മനസ്സിലാക്കിക്കൊള്ളും. ഒരു മജോറിറ്റി ആ സമയത്തും സംഭവിക്കുന്നത് എന്താണ്? ഈ അന്തിക്രിസ്തുവിന്റെ പുറകാലെ പോവുകയും ഈ ഫോഷ്കിനകത്ത് അവര് അകപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. 6-ാമത്തെ വാക്യം മുതൽ നമ്മളിവിടെ കാണുന്നത്, വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതികളും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവോളം ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത്, ഞാൻ ഓർപ്പിച്ചല്ലോ, കഴിഞ്ഞ 11-ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ദൂതൻ കാഹളം ഊതി. 7ാമത്തെ കാഹളനാദത്തെങ്കിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. ഇപ്പോ ആ ഗണത്തിൽപ്പെട്ട ദൂതന്മാരല്ലിത്. ആ ഗണത്തിൽപ്പെട്ട ദൂതന്മാരല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തോളൂ. വേറൊരു ദൂതൻ എന്നാ പറയുന്നത്, അനദർ ഏഞ്ചൽ, വേറൊരു ദൂതൻ അവിടെ എന്ത് ചെയ്യണം? ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഓർത്തുകൊള്ളാം, ആകാശമധ്യയെ പറക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. ആ ദൗത്യം എന്താകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിന്റെ സുവിശേഷം നിത്യതയുടെ സുവിശേഷം, ആ നിത്യതയുടെ സുവിശേഷമാണ് അദ്ദേഹത്തിന്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. നിത്യ സുവിശേഷം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നിത്യ സുവിശേഷം അദ്ദേഹത്തിന്റെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റേണൽ ഗോസ്പൽ. നമുക്കറിയാം ഈ ദൂതൻ എന്താണ് ചെയ്യുന്നത്? ആകാശത്തിന്റെ മധ്യേ പറക്കുന്നു. ആകാശത്തിന്റെ മധ്യേ പറക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കേന്ദ്രമാക്കി അവിടെ സർക്കിൾ ചെയ്യുന്നു എന്നുള്ളതല്ല. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 14-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. നമുക്കറിയാം, പ്രധാനമായിട്ടും 4 സുവിശേഷങ്ങളെ കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 രാജ്യത്തിന്റെ സുവിശേഷം, 2 കൃപയുടെ സുവിശേഷം, 3 നിത്യ സുവിശേഷം, 4 വേറൊരു സുവിശേഷം. ഇങ്ങനെ 4 സുവിശേഷ രീതികളെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷം, ഇസ്രായേൽ മക്കളോടുള്ളതായ രാജ്യത്തിന്റെ സുവിശേഷം, സർപ്പസന്തതികളെ എന്ന് വിളിച്ച് യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയതായിട്ടുള്ള സന്ദേശം, അത് യേശുവിൽ കൂടെ ശിഷ്യന്മാരിൽ കൂടെ അപ്പോസ്തലന്മാരിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ സുവിശേഷത്തെ അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞതോടുകൂടി രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് നിലച്ചു പോകുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ സുവിശേഷം നിലച്ചു പോവുകയും തുടർന്ന് കൃപയുടെ സുവിശേഷം ആരംഭിക്കുകയും ചെയ്യുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അവിടെ മുതൽ സംഭവിക്കുന്നത് എന്താണ്? കൃപയുടെ സുവിശേഷം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ കൃപാ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീണ്ടും ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഈ രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. എപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളും, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് രാജ്യത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അത് നിലച്ചു പോയിരിക്കുകയാണ്. ഇനിയും ആരംഭിക്കുന്നത് വീണ്ടും ഇസ്രായേൽ റിവൈവ് ചെയ്ത് 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുമ്പോൾ വീണ്ടും ഈ രാജ്യത്തിന്റെ സുവിശേഷം ആരംഭിക്കും. ആ സുവിശേഷം പറയുവാൻ വേണ്ടിയിട്ട് ദൈവം മോശയെയും ഏലിയാവിനെയും രംഗത്തിറക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവരിൽ കൂടെ പറയുന്ന സുവിശേഷത്തിൽ കൂടെ 144,000 പേര് മാനസാന്തരപ്പെട്ട് വരികയാണ്. വീണ്ടും ലോക സംഭവങ്ങളൊക്കെ നമ്മൾ ഇനിയും വരുവാൻ പോകുന്ന സംഭവങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെടും. അവർ വീണ്ടും ചിതറിക്കപ്പെടും. ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് അവർ വീണ്ടും പോകും. അപ്പോൾ ഈ 144,000 പേരിൽ നിന്ന് വീണ്ടും സുവിശേഷം ലോകത്തിലേക്ക് പരക്കുവാനായിട്ട് ഇടയായിത്തീരും. തന്മുഖാന്തരം ഒരു വൻകൂട്ടം ജനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അതിനുശേഷം നമ്മളിവിടെ കാണുകയാണ്, അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിത്യ സുവിശേഷത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. ആ നിത്യ സുവിശേഷം എന്താണ്? എക്കാലത്തേക്കും ഉള്ളതായിട്ടുള്ള സുവിശേഷം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മഹാപീഡന കാലത്ത് ദൈവദൂതൻ മുഖാന്തരം പ്രഖ്യാപിക്കപ്പെടുന്നതാണ്. നമ്മൾ ഓർത്തുകൊള്ളണം, ദൂതന്മാർക്ക് സുവിശേഷം പറയുവാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. ദൂതന്മാർക്ക് സുവിശേഷം പറയുവാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് കൊർന്നേലിയസിന്റെ വീട്ടിൽ സുവിശേഷം പറയാനായിട്ട് പോകണം.
കൊർന്നേലിയോസിന്റെ വീട്ടിൽ സുവിശേഷം പറയാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പത്രോസിനെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പത്രോസിനോടാണ് ഈ സന്ദേശം പറയുവാനായിട്ട് ദൂതൻ മുഖാന്തരം പത്രോസിനോട് പറയുകയാണ്, നീ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയിട്ടാണ് സുവിശേഷം പറയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. വേദപുസ്തകത്തിൽ ദൂതന്മാര് സുവിശേഷം പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സാവകാശം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ, ആ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാരോട് ദൂതന്മാർ വന്ന് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ട് ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അവിടെ മാത്രമാണ് ഇതിനു മുമ്പുള്ള ഒരു സുവിശേഷം പറച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൂതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുവാനായിട്ടുള്ള ഒരു ഭാഗം എന്നുള്ളത് ഓർക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ദൂതന്മാർക്ക് സുവിശേഷം, അവര് ദൈവജനം പറയുന്ന സുവിശേഷത്തിലേക്ക് അവര് കുനിഞ്ഞു നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ദൂതന്മാരെന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൂതന്മാരെ കുറിച്ച്, ഈ സുവിശേഷവും ദൂതന്മാരും എന്നുള്ള ഒരു പഠനത്തെ കുറിച്ച് ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ പിതാവാം ദൈവം ദൂതന്മാർക്ക് സുവിശേഷം പറയാനായിട്ട് പെർമിഷൻ കൊടുത്താൽ നെക്സ്റ്റ് മൊമെന്റിൽ സ്വർഗം ശൂന്യമായി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലായി? സ്വർഗത്തിൽ പിതാവാം ദൈവം ദൂതന്മാർക്ക് സുവിശേഷം പറയുവാനായിട്ട് പെർമിഷൻ കൊടുത്താൽ ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ സ്വർഗം ശൂന്യമായി പോകും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാർ സെക്കൻഡിനുള്ളിൽ ഭൂമിയിൽ എത്തിയിരിക്കും. കാരണം സുവിശേഷം ഇന്ന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ കരങ്ങളിലാണെന്ന് ഓർത്തുകൊള്ളണം. അവർക്ക് ആഗ്രഹമാത് ചെയ്യാനായിട്ട്, പക്ഷെ ദൈവം പെർമിഷൻ കൊടുത്തിട്ടില്ല. അവരിങ്ങനെ നമ്മുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പെർമിഷൻ ഇല്ല. പക്ഷെ ദൈവം പെർമിഷൻ കൊടുത്താൽ മിന്നല് പോലായിരിക്കും സകല ദൂതന്മാരും സ്വർഗം ശൂന്യമായി പോകുന്നത്. കാരണം അത്രയ്ക്ക് വെമ്പലോടുകൂടെ അവരിയ്ക്കുകയാണ്. ഇന്ന് ആ വെമ്പല് നമുക്കുണ്ടോ? നമുക്കാർക്കും ആ വെമ്പൽ ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ, നമ്മളെല്ലാവരും സുവിശേഷം പറയുന്നു, സുവിശേഷം ഇഷ്ടം പോലെ കേൾക്കുന്നു. പക്ഷെങ്കിൽ നശിച്ചു പോകുന്നതായ ഈ ലോകത്തെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതായ ആ വെമ്പൽ നമുക്കാർക്കുമില്ല. എന്നാൽ സ്വർഗത്തിൽ ആ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ സ്വർഗം കാലിയാക്കി ഈ ദൂതന്മാരിവിടെ എത്തും സുവിശേഷം പറയുവാൻ വേണ്ടി. അവർ അത്രയ്ക്ക് വാഞ്ചയോടുകൂടെ, താല്പര്യത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാജ്യത്ത് നിത്യ സുവിശേഷം ഇവിടെ പറയുകയാണ്. ആ നിത്യ സുവിശേഷത്തിന് അതിന്റെ തീം എന്താണ് എന്നുള്ളത് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, സമയം കഴിഞ്ഞല്ലോ. ഭൂവാസികളായുള്ള സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശ മധ്യത്തിൽ ഈ ദൂതൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കേന്ദ്രമാക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതല്ല. അവൻ ഈ ഭൂഗോളം മുഴുവനും സറൗണ്ട് ചെയ്ത് സഞ്ചരിക്കുന്നു. ഒരു ദൂതനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി മുഴുവനും സറൗണ്ട് ചെയ്ത് സഞ്ചരിച്ച് ഈ ദൂത് അത്യുച്ചത്തിൽ പറയുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പല റൗണ്ട്, പല ആവർത്തി അവർക്ക് ഇത് കടന്നു വന്ന് സംസാരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് കൂടെ നമ്മൾ ഓർത്തുകൊള്ളണം. മാത്രമല്ല അവരുടെ ദൂത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് സകല ജാതികളും ഗോത്രയും ഭാഷയും വംശവുമായവരോട്. നമ്മൾ ഓർത്തുകൊള്ളണം, ഇന്ന് നമുക്ക് ലിമിറ്റുകളുണ്ട്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റുകളുണ്ട്. നമുക്കറിയാമല്ലോ, പിശാച് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണം എന്താണ്? ഓരോ രാജ്യത്തിനും ബോർഡറുകളുണ്ട്. ഈ ബോർഡറുകൾ കടന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ ഇരിക്കുന്നതായിട്ടുള്ള റൂളുകളും ചട്ടങ്ങളും എല്ലാം നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ അവിടെ സുവിശേഷം കൃത്യമായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഒരു ദൂതൻ കടന്നു വരുമ്പോൾ അവന് ലിമിറ്റേഷൻ ഇല്ല, അവന് ഭാഷയുടെ ലിമിറ്റേഷൻ ഇല്ല. എല്ലാ ഭാഷക്കാരും കേൾക്കും, എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവരവരുടേതായിട്ടുള്ള ഭാഷകളിൽ തന്നെ ദൂതന് ഈ സത്യസുവിശേഷം, ഈ നിത്യസുവിശേഷം പറയുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെയും എന്താ പറയുന്നത്? ആ ദൂതിന്റെ ഉൾക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സന്ദേശം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ വാക്കില്. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും
സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീരെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. 3 കൂട്ടം കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. 2, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. 3, അവനെ നമസ്കരിക്കണം. ആരെയാ നമസ്കരിക്കേണ്ടത്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ. കാരണം ഈ ദൂതുണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് സ്പെസിഫിക് ആയിട്ടുള്ളതായ ദൂതാണ്. കാരണം ആ കാലഘട്ടത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? പിശാചിനെ, അന്തിക്രിസ്തുവിനെ, അവന്റെ പ്രതിമയെ ഉണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ ആരാധിക്കുവാൻ വേണ്ടി കള്ളപ്രവാചകൻ നീണ്ട ആഹ്വാനവും കൊടുത്ത് ജനത്തെ വശീകരിച്ചും വഞ്ചിച്ചും നശിപ്പിച്ച് മ്ലേച്ഛത പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശക്തമായ ഭാഷയിൽ ദൈവത്തിന്റെ ദൂത് വരുന്നത്. നിങ്ങൾ ആരെയാണ് നമസ്കരിക്കേണ്ടത്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഒക്കെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെ നമസ്കരിക്കണം. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ദൂതാണ്. ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. ആ സമയത്ത് ഭൂമിയിൽ എന്താ നടക്കുന്നത്? ദൈവത്തെ അല്ല ഭയക്കുന്നത്, ദൈവത്തിനല്ല ബഹുമാനം കൊടുക്കുന്നത്. അവർ ആരാധിക്കുന്നത് മനുഷ്യനെ ആരാധിക്കുകയാണ്. പിശാചിനെ ആരാധിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുക. ദൈവത്തെ ഭയമില്ലാത്തതായ പ്രവൃത്തി മണ്ഡലത്തിലേക്കാണ് അവർ കടന്നു വന്നിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും ഉള്ളതായ മെസ്സേജ് ആണ് ആര് കൊടുക്കുന്നത്? സ്വർഗം ഭൂമിയിലേക്ക് കൊടുക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ദൈവത്തിന്റെ ജനമേ, ഈ ദൂത് കേട്ടിട്ട് പോലും, ഈ ദൂതന്റെ ദൂത് കേട്ടിട്ട് പോലും മാനസാന്തരപ്പെടാത്ത ആളുകളെ കുറിച്ചാണ് പിന്നീട് നമുക്ക് ഇനിയും കാണാനായിട്ട് കിടക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പിശാചിന്റെ വഞ്ചനാപരമായിട്ടുള്ളതായ വശീകരണം എത്രത്തോളം അത്യുന്നതത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണല്ലോ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിച്ചത്, ദാനിയേൽ സ്വർഗത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മഹത്വത്തിൽ നിന്ന് ദാനിയേലിനെ ഡൈവേർട്ട് ചെയ്യത്തക്ക രീതിയിൽ എന്താണ് ഈ മൃഗത്തിന്റെ ശബ്ദം അവന് കേൾക്കുവാനായിട്ടും അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ടും ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ദാനിയേൽ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷനെ പോലും അവന്റെ ശ്രദ്ധ കൊണ്ട്, അവന്റെ വാക്കുകൾ കൊണ്ട് ഒരു മിനിറ്റത്തേക്കെങ്കിലും ഒന്ന് ശ്രദ്ധ പതറിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പീഡന കാലഘട്ടത്തിൽ എത്ര വിജയകരമായ രീതിയിൽ, കാരണം അവൻ സർവ്വശക്തിയും എടുത്ത് പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ അവനെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് കൂടെ നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ആ കാലഘട്ടം എന്ന് പറയുന്നത് മഹാപീഡന കാലഘട്ടം, എല്ലാ നിലയിലും ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് ആണ് എന്നുള്ളത് കൂടെ ദൈവത്തിന്റെ വചനം നമ്മളെ കാണിച്ചു തരികയാണ്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ ആശങ്കപ്പെടുവാനായിട്ടല്ല, ചില സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ, ജാഗ്രതയോടുകൂടെ ആയിരിക്കാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുവാൻ, ഇന്ന് ദൈവം നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം കൃത്യമായിട്ട് നമുക്ക് ചെയ്യുവാൻ ഒക്കെ ഉള്ളതായ സന്ദേശങ്ങളാണ് ഇത് പഠിക്കുന്നതിൽ കൂടെ ദൈവം നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. പീഡനകാലത്ത് വരുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇന്ന് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഭാഗപ്പക്കാകേണ്ടതായിട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കിത് കൂടുതൽ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് കേട്ടത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ള ചിന്തയല്ല വേണ്ടിയത്. ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നിർമ്മലരായിരിക്കണം, നാം കന്യകമാരായിരിക്കണം, വിശുദ്ധിയോടുകൂടെ ജീവിക്കണം, ഭോഷ്കില്ലാതെ ജീവിക്കണം, കളങ്കമില്ലാതെ ജീവിക്കണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്തയോടുകൂടെ ദൈവദൂതന്മാർ എത്രത്തോളം ആഗ്രഹിച്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതേ വാഞ്ചയോടും ആഗ്രഹത്തോടും കൂടെ ഇന്ന് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുവാനായിട്ട് നമ്മൾ യത്നിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നാം തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള സമയവും കാലവും അതിനനുസൃതമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സർവശക്തി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.